എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ദീപാവലി സ്പെഷ്യൽ ബീട്രൂട്ട് ലഡുവാണ്. നല്ല സ്വാദാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു തയ്യാറാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും. ഇതുപോലൊരു ഹെൽത്തി ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. ഞാൻ ഈ ലഡു തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന്റെ അളവുകൾ വളരെ കുറച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ ബീട്രൂട്ട് ലഡു വീടുകളിൽ തയ്യാറാക്കുന്ന സമയത്ത് കൂടുതൽ അളവിൽ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമായിട്ടും വരുന്നില്ല. നമ്മുടെ വീടുകളിലെ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് അവർക്കൊരു മധുരമൊക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ലഡു തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ബീട്രൂട്ട് ലഡു തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഞാൻ മുഴുവനും തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് ചേർക്കാം. കാഷ്യൂസ് ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂ ഒക്കെ ഇപ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ കാഷ്യൂസ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് കൂടെ ചേർക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം ഉണ്ടായിരുന്നത് നല്ലപോലെ ഒന്ന് തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് വേണോട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് വെള്ളമെല്ലാം വറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടിന്റെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം ആവി വന്ന് തുടങ്ങും. അതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിക്കാത്ത പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാലിൽ കിടന്നുകൊണ്ട് ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാല് മുഴുവനും തന്നെ വറ്റിയും വരണം. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ബീട്രൂട്ട് ഇപ്പോൾ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലതുപോലെ തിളച്ച് പാലിൽ കിടന്ന ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ പാല് ഒന്നുകൂടെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, നല്ല ഡ്രൈ ആയിട്ട് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാല് മുഴുവനും ബീട്രൂട്ടിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ബീട്രൂട്ട് ലഡു തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക് പാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, ഒന്നുകൂടെ വറ്റി വരണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് തന്നെ മധുരം ചേർത്ത് കൊടുക്കരുത്, കാരണം ഓവറായിട്ട് മധുരം ഉണ്ടാകും. അതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാരയിൽ നിന്നും ഞാനിപ്പോൾ 1/4 കപ്പോളം മാറ്റിയിട്ടുണ്ട്. ഇനി പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി പഞ്ചസാര കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് വറ്റി വരണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിന്റെ മധുരം ഒന്ന് നോക്കാവുന്നതാണ്. മധുരം വളരെ തന്നെ കുറവാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം നല്ലോണം മെൽട്ടായൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് വറ്റി ഉരുണ്ട് വരുന്ന ഒരു പാകത്തിലേക്കായി വരും. ഈ ഒരു സമയത്ത് നമ്മുടെ ലഡുവിനൊരു ഫ്ലേവർ കിട്ടാനായിട്ട് വാനില എസൻസ് 1/4 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് വാനില എസൻസ് കൈവശം ഇല്ലെങ്കിൽ ഏലക്ക പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹൽവ നല്ലപോലെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ വറ്റി കിട്ടണം, അതുപോലെ ഒന്നുകൂടെ ഡ്രൈ ആയും കിട്ടണം. നമുക്കിത് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കേണ്ടതാണ്. പാനിൽ നിന്നും നല്ലപോലെ ഉരുണ്ട് നടുഭാഗത്തേക്ക് വരുന്നൊരു പാകത്തിലേക്ക് ആക്കിയെടുക്കണം. അതുവരെയാണ് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ പാകം ഈ ഒരു രീതിയിലേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക്
1/2 കപ്പ് തിരുമ്മിയ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ കാണാലോ ബീട്രൂട്ട് എല്ലാം നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഉരുണ്ട് വരുന്ന പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യെല്ലാം തന്നെയും ഒന്ന് വിട്ട് വന്നിട്ടുള്ളൊരു പാകമാണ്. ഇനി നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇവിടെ ഈ ഒരു ലഡു മിക്സ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല ചൂടാണ്. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്ത് ഇതിൻ്റെ ചൂടൊന്ന് ആറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഉരുട്ടിയും കൂടി എടുക്കാം. ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാഷ്യൂസ് കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഞാൻ കാഷ്യൂസ് കുറച്ച് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ലഡു ഉരുട്ടി മാറ്റി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് ആണ് ഇന്ന് ഇതിന്റെ ഗാർണിഷായിട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് റൈസിൻസ് വെച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണ് ഈ ഒരു ലഡു കഴിക്കാനായിട്ട്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവുമാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ലഡു എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലഡുവിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.